ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി സഹോദരൻ പൈസ തന്നു. നമ്മളങ്ങനെ കെട്ടിടം പണി തുടങ്ങി. ഏകദേശം കുറച്ച് പൈസയും കൂടെ അവർ തന്നു. പക്ഷേ അതിൻ്റെ അത്രയും കൂടെ ഉണ്ടായിട്ടും നമുക്ക് ആ കെട്ടിടം പണിഞ്ഞു തീർക്കാൻ പറ്റിയില്ല. അപ്പം ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളമായി നമുക്ക് കെട്ടിടം പണിഞ്ഞു തീർത്തപ്പം. അപ്പോൾ കെട്ടിടം പണിഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഒരുവിധമുള്ള സോഴ്സുകളെല്ലാം കഴിഞ്ഞു. കാരണം നമുക്ക് മറിക്കാൻ പറ്റുന്നിടത്തു നിന്നെല്ലാം നമ്മൾ അത്യാവശ്യം പലിശയ്ക്കും അല്ലാതെയൊക്കെ മറിച്ചു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രതിസന്ധിയിലായി. കാരണം നമുക്ക് മെഷീൻ വാങ്ങാൻ പൈസ ഇല്ലാതായി. അത് കഴിഞ്ഞിട്ട് കറണ്ടിൻ്റെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. നമുക്ക് റോഡിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ മില്ല് നമ്മൾ പണിഞ്ഞ കെട്ടിടം വരെ. അപ്പോൾ അവിടത്തേക്ക് 3 ഫേസ് കണക്ഷൻ പിടിക്കുന്നതിന് ഏകദേശം 1 ലക്ഷം രൂപയോളം ആവുമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് നമുക്കൊരു റോഡ് മേളിലോട്ടുണ്ട്. അത് വണ്ടി കയറാൻ അത്ര സൗകര്യപ്രദമായിട്ട് കിടക്കുമല്ലായിരുന്നു. അപ്പോൾ ആ റോഡ് ശരിയാക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ഒരുപാട് ചെലവുകൾ നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണല്ലോ അടുത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. പിന്നീട് നമുക്ക് കടമായിട്ട് വാങ്ങാൻ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ തരുവോ ഇല്ലയോ ഇങ്ങനെയൊക്കെ ഉള്ള ടെൻഷനുമായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് നമ്മൾ IOB ബാങ്ക്, എഴുകോൺ IOB ബാങ്കിലെ ആര്യ എന്ന് പറയുന്നൊരു മാഡമായിരുന്നു അന്ന് മാനേജറായിട്ടുള്ളത്. ഞാനങ്ങനെ വെറുതെ അവിടെ ചെന്നിട്ട് മാഡത്തിൻ്റെ അടുത്ത് ഇങ്ങനെ, നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ട്രാൻസാക്ഷൻ ഒന്നുമില്ല, വെറുതെ ഒരു അക്കൗണ്ട് എടുത്തിട്ടിരിക്കുക. മാഡത്തിനോട് ഞാനിങ്ങനെ സംസാരിച്ചു, മാഡം ഇതുപോലെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ 1.5 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരു കെട്ടിടം നമ്മൾ പണിഞ്ഞിട്ട്, പക്ഷേ കെട്ടിടം പണിഞ്ഞപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ പൈസ കെട്ടിടത്തിന് മാത്രമായി. അപ്പോഴ് നമുക്ക് മെഷീൻ വാങ്ങാൻ യാതൊരു നിവൃത്തിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോൺ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മാഡം പറഞ്ഞു, ശരി നമുക്ക് നോക്കാം. മാഡം ഒരു കാര്യം ആധാറും പാനും തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആധാറും പാനും കൊടുത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് സിവിൽ ഇഷ്യൂ കാണിച്ചു. അത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ സ്വയം തൊഴിൽ പദ്ധതിക്ക് വേണ്ടി ഒരു 50,000 രൂപ എടുത്തിരുന്നു. അത് കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോളുടെ വിയോഗം. അപ്പൊ അതിനുശേഷം നമ്മൾ കുറച്ച് നാൾ അടയ്ക്കാനോ മറ്റൊന്നിനും പോകാനോ നമുക്ക് പറ്റിയില്ല. നമ്മൾ ലാസ്റ്റില് നമ്മളത് 1 ഡേ സെറ്റിൽമെന്റ് ആയിട്ട് അടച്ച്. അത് നമ്മളെ ഭയങ്കരമായിട്ട് സിവിൽ ഇഷ്യൂ ഉണ്ടായി. അങ്ങനെ നമുക്ക് ആ ലോൺ കിട്ടാത്തൊരു സിറ്റുവേഷനായി. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.